താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. 3 ടൈപ്പ് താപപ്രേഷണമാണ് പ്രധാനമായിട്ടും ഉള്ളത്: ചാലനം, സംവഹനം, വികിരണം. ചാലനം എന്ന് പറഞ്ഞാൽ ഖരവസ്തുക്കളിലെ താപപ്രേഷണ രീതിയാണ്. ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. ഒപ്പം ഇതിന് ഒരു മാധ്യമം ആവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ദോശയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടികമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം വരെ ചിലപ്പം താപം വരാറുണ്ട്. ചാലനത്തിനൊരു എക്സാമ്പിളാണ്. അടുത്തത് സംവഹനം. സംവഹനം എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളിലെയും മാദകങ്ങളിലെയും താപപ്രേഷണ രീതിയാണ്. ഇതിന് മാധ്യമം ആവശ്യം ആയതാണ്. അതോടൊപ്പം തന്നെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. കരക്കാറ്റും കടൽക്കാറ്റും ഇതിന് എക്സാമ്പിളാണ്. ലാസ്റ്റ് വികിരണം. വികിരണം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതിയാണ്. ഉദാഹരണം സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് ഉദാഹരണമാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതൊക്കെ എക്സാമ്പിളാണ്.